എൻ്റെ പേര് നിഷ. ഇത് എൻ്റെ ഹസ്ബൻഡ് ജയകുമാർ. ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി തന്നെയാണ് ഉള്ളത്. ഇത്ര അടുത്തായിട്ടും കൃപാസന മാതാവിൻ്റെ ഈ അൾത്താരയുടെ പ്രത്യേകതകളൊന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ജോലി ICDS സൂപ്പർവൈസർ എന്ന ജോലി കേസിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അത് നോട്ടിഫിക്കേഷൻ വന്നത് 2019 2020 അതിൻ്റെ ആദ്യ ഒരു പരീക്ഷ എഴുതി പാസ്സായി. 2021 രണ്ടാമത്തെ പരീക്ഷ എഴുതി പാസ്സായി. 2022 ഡിസംബറിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു. ആദ്യ റാങ്കിൽ തന്നെ ഉൾപ്പെട്ടിരുന്നു ഞാൻ. അപ്പോൾ ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാമെന്ന് സന്തോഷിച്ചിരിക്കെ ഡിസംബർ 1 ലിസ്റ്റ് വന്നു. ഡിസംബർ 14 കേസും വന്നു. കേസ് അഡ്വക്കേറ്റിനെയൊക്കെ കണ്ടു. ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പുകാരായി തിരിഞ്ഞ് അഡ്വക്കേറ്റ്സിനെയൊക്കെ വെച്ച് ഒരു 5ഓളം അഡ്വക്കേറ്റിനെ വെച്ച് കേസ് നടത്തി. ഒരു മാർച്ച് മാസം ആയപ്പോഴത്തേക്കും കേസ് ജയിച്ചു. ഞങ്ങൾ 196 പേരാണ് ഉണ്ടായിരുന്നത്. 196 പേർക്കും അഡ്വൈസ് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് കേസിനെതിരായി പോയ ആൾ അഡ്വൈസിനെതിരെ അപ്പീൽ പോവുകയും ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് വരാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ കൃപാസനത്തിൽ വന്ന എൻ്റെ സുഹൃത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച്, കുട്ടി തോട്ടപ്പള്ളി തന്നെയുള്ള കുട്ടിയായിരുന്നു, ജ്യോതി എന്നായിരുന്നു അവളുടെ പേര്. അവൾക്ക് അമ്മ മാതാവിൻ്റെ അനുഭവങ്ങളും അനുഗ്രഹവും ഒരുപാട് ലഭിച്ചതായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറയും, നിഷേ ഉടമ്പടി എടുക്കുക എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ഞാൻ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ പോയിക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. നീ ആരെങ്കിലും പോകുന്നെങ്കിൽ അവരുടെ കൂടെ പൊക്കോളാൻ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു തലവേദന വന്നു. അപ്പോൾ മൈഗ്രെയിൻ ഇങ്ങനെ വരാറുള്ളതാണ്, പക്ഷേ ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറയാറില്ല. അന്നത്തെ ദിവസം എന്നോട് പറഞ്ഞു, എന്നെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവിൻ്റെ ഈ രൂപമാണ് വന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ ഫോണിൽ മാതാവിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ തലക്കീഴിലിരുന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അസുഖം കുറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ കൃപാസനത്തിൽ വരുവാൻ തീരുമാനിച്ചു. വന്നു. ഈ അൾത്താരയെക്കുറിച്ച് അറിയില്ല. വാതുക്കെ വന്നു, മെഴുകുതിരി കത്തിച്ചു, പ്രാർത്ഥിച്ചു പോയി. പിന്നീട് വീണ്ടും വന്നു, അവിടെ തന്നെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു പോയി. 3ാമത്തെ പ്രാവശ്യം എറണാകുളത്തായിരുന്നു കേസുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് ഉള്ളത്. അവിടെ വണ്ടി പിടിച്ച് കുറച്ച് ടീച്ചേഴ്സുമായി പോയി, കൂട്ടുകാരൊക്കെ എറണാകുളത്തും കൊല്ലത്തും ഒക്കെ ഉള്ളവർ. തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഇവിടെ അത്ഭുതം പ്രവർത്തിക്കുന്ന മാതാവാണുള്ളത്, നമുക്കിവിടെ കയറി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. അപ്പോഴും ഈ ആൾത്താരെക്കുറിച്ച് അറിയില്ല. അവരെയും കൊണ്ട് അവിടെ വന്നു. വണ്ടി പിടിച്ച് വന്നവരാണ്, കുറച്ചധികം പേരുണ്ട്. അവരെ അവിടെ നിന്ന് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു പോയി. അത് കഴിഞ്ഞ് എന്നെ ആദ്യം ഇവിടെ പറഞ്ഞു വിട്ട് എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ കൂട്ടുകാരുമായിട്ട് ഇന്ന് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, നിങ്ങളെല്ലാവരും പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതെവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് അവൾ ഈ അൾത്താരയുടെ പ്രത്യേകത എനിക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒക്ടോബർ 13 ഞങ്ങളുടെ കേസിൻ്റെ വിധി വരുന്ന ദിവസമായിരുന്നു, അവസാന വാദം നടക്കുന്ന ദിവസം. ആദ്യം കേസ് കൈകാര്യം ചെയ്തിരുന്നത് ഒരു ജഡ്ജായിരുന്നു. ഓഗസ്റ്റ് 30 ആ ഒരു ജഡ്ജിൻ്റെ കേസ് 2 ഡിവിഷൻ ബെഞ്ചിൽ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഓഗസ്റ്റ് 30 ഞങ്ങൾ ജയിക്കുമെന്ന ദിവസം വന്നപ്പോൾ കേസ് കൈകാര്യം ചെയ്തിരുന്ന ജഡ്ജി ഞങ്ങൾക്ക് അനുകൂലമായും അന്നേ ദിവസത്തേക്ക് ഹാജരായ ജഡ്ജി ഞങ്ങൾക്കെതിരെയും വിധി പറഞ്ഞു ഓഗസ്റ്റ് 30. അത് കഴിഞ്ഞപ്പോൾ ഈ കേസ് ഡിവിഷൻ ബെഞ്ചിന് വിട്ടു. ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ് ഫുൾ ബെഞ്ചിന് വിട്ടു. ഫുൾ ബെഞ്ചിൽ 3 ജഡ്ജിമാരായിരുന്നു വിധി പറയേണ്ടത്. ആ വിധിയുടെ അവസാന വാദം ഒക്ടോബർ 12 നടക്കുകയെ ഞാനും എൻ്റെ കൂടെ ഈ കേസിൽ ഉൾപ്പെട്ട ഒരു ടീച്ചറും കൂടെ ഇവിടെ വന്നിരുന്ന് രാവിലെ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നാണ് ആദ്യമായി അൾത്താരയിലേക്ക് ഇവിടേക്ക് വരുന്നത്. അങ്ങനെ വന്നു. അവിടെ വാദം നടക്കുമ്പോൾ അവിടെ കോടതിയിലുള്ളവർ ജഡ്ജി ഞങ്ങൾക്കെതിരായി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതനുസരിച്ച് ഞങ്ങളിവിടെ അമ്മയുടെ മുന്നിൽ മെഴുകുതിരി പോലെ ഉരുകി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ജഡ്ജി ഞങ്ങൾക്ക് അനുകൂലമായി പറയാൻ തുടങ്ങി. നിങ്ങളിനി എണ്ണീറ്റോ എന്ന് കോടതിയിൽ നിന്ന് വിളിച്ച് പറയുന്നവരെ ഞങ്ങളൊരു സന്ധ്യ 6-6:15 അന്ന് കോടതി പിരിഞ്ഞത്. അന്ന് വരെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 13 അപ്പോൾ 12 വൈദ്യുതി തീർന്നില്ല, 13 മാറ്റിവെച്ചെന്ന് പറഞ്ഞു. ഞാനന്ന് ആ കോടതി പോയിരുന്നു. തിരുവനന്തപുരം KITയിലാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണ് കേസ് നടക്കുന്നത്. അവിടെ പോയി അന്ന് വിധി പറയുമെന്ന് വിചാരിച്ചു. ഫുൾ ബെഞ്ച് കൂടി. ജഡ്ജി അവസാനം പറഞ്ഞു, അടുത്ത ദിവസത്തേക്ക് വിധി മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരി എന്നോട് പറയുന്നുണ്ട്, നിഷേ ഉടമ്പടി എടുക്കുക. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അതെന്തുവാണെന്ന് എനിക്കറിയില്ല, നമുക്കിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ തിരിച്ചു ഒക്ടോബർ 13 വിധി പറയാഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ ഇടപെടലില്ലാതെ ഇനി ഞങ്ങളുടെ ഒരു മെറിറ്റിനാൽ ഈ ജോലി നേടുക സാധ്യമല്ല എന്ന് മനസ്സിലാവുകയും ഒക്ടോബർ 15 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ഉടമ്പടി ക്ലാസ്സിൽ പങ്കെടുത്തപ്പോഴാണ് ഉടമ്പടി എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഉടമ്പടി എടുത്തു. നിയോഗമായി വെച്ചിരുന്നത് ആദ്യം ജോലി തന്നെയായിരുന്നു.
പക്ഷേ രണ്ടാമത് നിയോഗം വെച്ചിരുന്നത് എൻ്റെ വീട്ടിൽ ഞങ്ങൾക്കൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. എനിക്കാണ് തുടക്കത്തിൽ വന്നതെങ്കിലും എനിക്ക് മാറി. ഹസ്ബൻഡിന് അത് വളരെ ഗുരുതരമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന, പുറത്ത് അദ്ദേഹത്തിന് പബ്ലിക്കിൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലുണ്ടായി. പക്ഷേ അത് ഉടമ്പടിയിലൂടെ മാറി. ഒക്ടോബർ 15 ഉടമ്പടി എടുത്തത്, ജനുവരി 15 ഉടമ്പടി തീർന്നത്. ജോലിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ല. അതിനിടയിൽ ഞാൻ അച്ഛനെ വന്ന് കണ്ടു, ബ്ലെസ്സിങ് വാങ്ങിച്ചു. അച്ഛൻ എനിക്ക് കാശ് രൂപം തന്നു. അച്ഛൻ പറഞ്ഞു, നീ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ അമ്മ മാതാവ് നിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു, പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു, പ്രാർത്ഥനയിൽ മുഴുകി. പക്ഷേ ബൈബിൾ വായനയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഹിന്ദുവാണ്, ബൈബിൾ എനിക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. എനിക്ക് ഇല്ലായിരുന്നു അങ്ങനൊരു പുസ്തകം. അപ്പോൾ ജനുവരി 15 ഉടമ്പടി തീർന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയുന്നുണ്ട്, എന്നേക്കാൾ കൂടുതൽ സമയം അദ്ദേഹമാണ് പ്രാർത്ഥനകളിൽ മുഴുകിയിരുന്നത്. ഡിസംബർ 15 ആയപ്പോഴത്തേക്കും ജനുവരി 15 ആദ്യത്തെ ഉടമ്പടി തീർന്നു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, നീ ഉടമ്പടി പുതുക്കാൻ പോകുന്നില്ലേ? ഇല്ലെങ്കിൽ നീ പോയില്ലെങ്കിൽ ഞാൻ പോയി പുതുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത ഞായറാഴ്ച പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് രണ്ടാം ഉടമ്പടിയിലേക്ക് മാതാവ് എന്നെ ഒരുക്കുകയായിരുന്നു എന്ന് വേണേൽ പറയാം. എൻ്റെ മകൾ പഠിക്കുന്നത് നങ്ങ്യാറുകുളങ്ങര ഒരു പ്രശസ്തമായ ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെയായിരുന്നു. അപ്പോൾ അവൾ SLC ആണ്. അവളുടെ ഒരു എക്സാമിൻ്റെ തലേന്ന് അവൾ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു, ചാപ്പലിൽ പ്രാർത്ഥിച്ച് അവൾ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ 2 സുഹൃത്തുക്കൾ, ആ സ്കൂളിൽ തന്നെയുള്ള കുട്ടികളാണ്, അവളുമായി വലിയ സ്കൂളാണ്, 10,000 പേര് പഠിക്കുന്ന ഒരു സ്കൂളാണ്. ആ കുട്ടികളെ അല്ലാതെ സംസാരിച്ചിട്ടില്ല. അവർ കുറേ നേരം അവളെ നോക്കി നിന്നിട്ട് വന്ന് അവളെ വിളിച്ച്, എന്താ നീ കരയുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, നാളെ IT എക്സാം തുടങ്ങുമല്ലേ, ഞാൻ ഇവിടെ പള്ളിയിൽ പ്രാർത്ഥിച്ചതാണ് ഈശോയുടെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അവളോട് ചോദിച്ചു, നിനക്ക് കൃപാസനം അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അറിയാം, എൻ്റെ അമ്മ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നിൻ്റെ അമ്മ ഇപ്പോൾ ഉടമ്പടിയിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഉടമ്പടി തീർന്നു, എങ്കിൽ നിൻ്റെ അമ്മയോട് എളുപ്പം പോയി ഉടമ്പടി പുതുക്കാൻ പറയുമെന്ന് പറഞ്ഞു. നിൻ്റെ അമ്മയ്ക്ക് ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് ക്രിസ്മസ് സമ്മാനമായിട്ടൊരു ബൈബിളാണ് കിട്ടിയത്, അത് നിൻ്റെ അമ്മയ്ക്ക് ഇരിക്കട്ടെ, ഞാൻ നിനക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ബൈബിൾ എത്തി. ഞാൻ മാതാവിൻ്റെ പത്രം വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മാതാവിൻ്റെ രൂപങ്ങളോ ഫോട്ടോകളോ ഒന്നും ഇല്ലായിരുന്നു. മാതാവിൻ്റെ പത്രമാണ് ഞാൻ വെച്ച് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈശോയുടെ ഫോട്ടോയും ഒന്നും ഇല്ലായിരുന്നു. മോൻ പഠിക്കുന്നതും ഒരു ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെയും ഒരു ചാപ്പലുണ്ടായിരുന്നു. അവിടുത്തെ അച്ഛൻ ക്രിസ്മസിന് അവർക്ക് ഈശോയുടെ ചെറിയ ഫോട്ടോ നൽകി. അങ്ങനെ ആ ഫോട്ടോ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഫോട്ടോയും വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതുകൂടെ ഞങ്ങളുടെ പ്രാർത്ഥനാ രീതികൾ കൂടുതൽ മാറി. കുറേയേറെ ഞങ്ങൾക്ക് ഈശോയോട് കുറേ കൂടെ അടുക്കാൻ പറ്റുന്നതായി ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ പ്രാർത്ഥനകളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വരുന്നതിൻ്റെ അപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവ് എനിക്ക് ബൈബിൾ എത്തിച്ചു തന്നു. ആ മോള് എന്നോട് പറഞ്ഞു, ഉടൻ തന്നെ ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഫെബ്രുവരി 4 ഉടമ്പടി പുതുക്കാനായി വന്നു. അപ്പോൾ ആദ്യ ഉടമ്പടിയിൽ എൻ്റെ ജോലിയുടെ കാര്യം തീരുമാനമായില്ല എങ്കിലും എനിക്ക് പൂർണ്ണമായും ഉറപ്പായിരുന്നു, അത് എൻ്റെ പ്രാർത്ഥനകളിലെ എന്തോ പിശക് കൊണ്ടോ എന്നെ മാതാവ് പൂർണ്ണമായും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. 100% എനിക്കത് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫെബ്രുവരി 4 രണ്ടാമത്തെ ഉടമ്പടി പുതുക്കുന്നതിന് വരുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കിന്ന് മാതാവിൻ്റെ ഉടമ്പടിയിൽ ഏതെങ്കിലും ഒരു ടോക്കൺ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അമ്മ മാതാവിന് കിട്ടാനുള്ള യോഗ്യത എനിക്ക് എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു. ഉടമ്പടി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുതുക്കുന്നതിനായി ഞങ്ങളെ അവിടെ ഇങ്ങനെ വരിയായി നിർത്തി. ഞാനൊരു ലാസ്റ്റ് ഭാഗത്താണ് നിന്ന്. അന്നേരം ഈ തിരുവൾത്താരയിൽ അമ്മ മാതാവിൻ്റെ ഒരു പ്രാർത്ഥന, കനിവിൻ്റെ അമ്മയെന്നുള്ള പ്രാർത്ഥന ഒരു കുട്ടി ഇവിടെ പാടുന്നുണ്ടായിരുന്നു. സിസ്റ്റർ അവിടെ ഉടമ്പടിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഈ മോളുടെ പാട്ട് കേട്ട് ഞാൻ ഇങ്ങോട്ട് നോക്കി നിന്നു. സിസ്റ്റർ പറഞ്ഞൊന്നും കേട്ടില്ല. ഞാൻ അതിൽ നിന്ന് വിട്ടുപോയി. ഞാൻ തിരിഞ്ഞു വന്നപ്പോൾ ഈ ടോക്കൺ കൊടുത്തുകൊണ്ടിരിക്കുക. സിസ്റ്ററിൻ്റെ കയ്യിൽ പിന്നെ ഒരു ടോക്കണേ ഉള്ളൂ. പെട്ടെന്ന് സിസ്റ്റർ ആ ടോക്കൺ എൻ്റെ നേരെ നീട്ടി. ഞാനത് മേടിച്ചു. പക്ഷേ അത് എന്താണെന്നൊന്നും ഞാൻ നോക്കിയില്ല. ഇങ്ങനെ പിടിച്ചു ഫ്രണ്ടിൽ ചെന്ന് നിന്നപ്പം ഓരോരുത്തരെ വിളിച്ചു. സിസ്റ്റർ പറഞ്ഞു, മെഴുകുതിരി കിട്ടിയവർ വരൂ, മുത്തുക്കുട കിട്ടിയവർ വരാൻ പറഞ്ഞു. അമ്മ മാതാവിനെ കിട്ടിയത് ആരാന്ന് ചോദിച്ചു. എൻ്റെ കയ്യിലിരുന്ന് എന്തുവാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഞാനപ്പം മനസ്സിൽ വിചാരിച്ച്, ഇവിടെ കിട്ടാത്തത് എന്തുവാണോ അത് ഞാൻ പറയാം, ഞാൻ നോക്കിയിട്ടില്ലല്ലോ. അപ്പം ഞാനും അമ്മ മാതാവിനെ കിട്ടിയത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാനും തിരിഞ്ഞു നോക്കിയപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിക്കുന്നു, നിനക്കല്ലേ മാതാവിനെ കിട്ടിയത്, നീ പിന്നെ എന്തിനാ തിരിഞ്ഞു നോക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ കണ്ണീര് കൊണ്ട്
അമ്മ മാതാവിനെ അഭിഷേകം ചെയ്തു. എനിക്ക് എൻ്റെ കണ്ണീരാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത്രമേൽ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അങ്ങനെ അമ്മ മാതാവിൻ്റെ എനിക്ക് കിട്ടി. അപ്പം അതിന് 2 ദിവസം മുമ്പ് മുതലേ എനിക്ക് മുല്ലപ്പൂവിൻ്റെ അഭിഷേകം വരുന്നുണ്ടായിരുന്നു, മണം വരുന്നുണ്ട്. ഞാൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എനിക്ക് വാടിയ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരുന്നെന്ന് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ബാലിശമായ മനസ്സാണോ പരീക്ഷിച്ചാണോ ഞാനിവിടെ അവിടെ വാതിക്കെ വന്നപ്പോൾ മുല്ലപ്പൂ എടുത്ത് മണപ്പിച്ച് നോക്കിയിട്ട് ഞാൻ തന്നെ പറയുന്നുണ്ട്, മുല്ലപ്പൂവിൻ്റെ മണം വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ അകത്ത് കയറി ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത്. മുല്ലപ്പൂ ഇട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് സുഗന്ധം വരുന്നില്ല. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു നിമിഷം എൻ്റെ ആ വാടിയ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി എനിക്ക് ഈ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം തരുന്നത് അമ്മ മാതാവ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരുന്നു, ഉപവാസം എടുക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ ധ്യാനങ്ങളിൽ എൻ്റെ സംശയങ്ങൾക്കുള്ള ഓരോ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഒരു ജോജോ എന്ന മകൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ആ മകൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ രോഗം ശമിപ്പിച്ച കാര്യം പറയുകയുണ്ടായി. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലും, നന്മ നിറഞ്ഞ മറിയം ചൊല്ലും. പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന രാവിലെ ചൊല്ലുന്നതല്ലാതെ ഇങ്ങനെ പകൽ ചൊല്ലിക്കൊണ്ട് നടക്കാറില്ലായിരുന്നു. ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണമായിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലാറില്ലല്ലോ എന്ന് പറഞ്ഞു. അതിൻ്റെ ആ ധ്യാനത്തിൻ്റെ ആശീർവാദ സമയമായി കണ്ണുകളടച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുഖത്തേക്ക് വലിയൊരു വെട്ടം അടിക്കുന്നതായും അമ്മ മാതാവ് ഇങ്ങനെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ടും തോന്നി. വലിയൊരു രൂപം, ഇതേ ആൾത്താരെയും ഈ സമുദ്രതീരവും വള്ളങ്ങളും ഒക്കെയുള്ള വലിയൊരു പിക്ചറായിട്ട് അമ്മ മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം എൻ്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ ഫോട്ടോ മേടിച്ചുകൊണ്ട് പോയി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കരുണകൊന്ത ചൊല്ലാറുണ്ട്, എല്ലാ ദിവസവും കരുണകൊന്ത ചൊല്ലാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. അങ്ങനെ കോടതി വിധി, ഇപ്പം ഒരുപാട് ആളുകൾ ഈ കേസിൻ്റെ വിധിക്ക് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് ആൾത്താരയിൽ സാക്ഷ്യം പറയണം, അങ്ങനെയാണെങ്കിൽ അമ്മ തന്നെ തരുന്നതാണെന്ന് എനിക്ക് ഈ ജോലിയെന്ന് എനിക്ക് തെളിയിച്ചു തരണം, എങ്കിലേ എനിക്ക് പൂർണ്ണമായും അമ്മയുടെ തിരുവൾത്താരയിൽ സാക്ഷ്യം പറയാൻ അവസരം കിട്ടത്തുള്ളൂ. അതല്ലാതെ ഈ ജോലിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെല്ലാവരും അവരവരുടെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയണമെങ്കിൽ അമ്മ തന്നെ എനിക്കിതിനൊരു അവസരം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മാർച്ച് 27-ാം തീയതിയാണ് കേസിൻ്റെ വിധി പറയുന്നതിന് വേണ്ടി, 6 മാസത്തിന് ശേഷം കേസിൻ്റെ വിധി പറയുന്നതിന് വേണ്ടി ലിസ്റ്റ് ചെയ്ത ദിവസം ഓശാന ഞായറിൻ്റെ അന്ന് മുതൽ എൻ്റെ രാവിലത്തെ പ്രത്യക്ഷീകരിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുന്ന നീല മെഴുകുതിരിയിൽ അമ്മ മാതാവിൻ്റെ ചെറിയൊരു രൂപം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അത് ആ 3 ദിവസം കൊണ്ട് കേസ് ലിസ്റ്റ് ചെയ്യുന്ന അന്ന് ആയപ്പോഴേക്കും പൂർണ്ണമായും മാതാവിൻ്റെ ഒരു രൂപമായി മാറി. എൻ്റെ ഫോണിലുണ്ട് അത്. ഈ മാതാവിൻ്റെ ഇതേ നീല കളറിലുള്ള രൂപമായി മാറി. അത് 3 ദിവസം അങ്ങനെ തന്നെ നിന്നു. മെഴുകുതിരി കത്തിത്തീർന്നു, എന്നിട്ട് രൂപത്തിനൊന്നും സംഭവിച്ചില്ല. ഈ 3 ദിവസം ഞാനിത് ഉരുകുമോ എന്ന് വിചാരിച്ചു, പക്ഷേ ഉരുകിയില്ല. ഇപ്പം തിരി കത്തിത്തീർന്നു, പക്ഷേ അമ്മ മാതാവിൻ്റെ മെഴുകുതിരിയിലുള്ള രൂപം എൻ്റെ വീട്ടിലുണ്ട്. ഇപ്പം ഞാൻ അതും കൂടി വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് 27-ാം തീയതി മുതലുള്ള കാര്യമാണ്. 1-ാം തീയതിയാണ് ശരിക്കും ഓർഡറുകൾ അയച്ചു തുടങ്ങിയത്. അന്ന് എൻ്റെ വീട്ടിൽ മോൻ്റെ സ്കൂളിൽ നിന്ന് കൊടുത്ത ഈശോയുടെ രൂപത്തിൽ വിയർപ്പ് കണങ്ങൾ, ചുമന്ന രൂപത്തിൽ വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അത് ഇവിടെ ഈ ഭാഗത്തായിട്ട് 2-3 തുള്ളി വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അത് ഡ്രോപ്സായിട്ട് തന്നെ ഇങ്ങനെ ഇരുന്നു, തുള്ളി വീഴുന്നുണ്ടായിരുന്നില്ല. ഒരു തുള്ളി ഇവിടെയും ആയിട്ടിങ്ങനെ ഉണ്ടായിരുന്നു, 3 തുള്ളി ഇങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സംശയം, ഇതെന്താ വെള്ളത്തുള്ളിയാണോ, ഇതെന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഞങ്ങൾക്ക് സംശയമായിരുന്നു. എങ്കിലും ഞങ്ങൾ 5:30-ക്ക് കത്തിച്ച് വെച്ചത്, 5:30-ക്ക് വെച്ച രൂപം ഒന്നും എടുത്ത് മാറ്റിയില്ല. അതങ്ങനെ തന്നെ ഇരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഉണങ്ങി അത് പാടായി തന്നെ ഇരുന്നു. പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. ഞാൻ നാളെ രാവിലെ ഇടുക്കി ICDS പ്രോജക്റ്റിൽ, അഴുത ICDS പ്രോജക്റ്റിൽ ICDS സൂപ്പർവൈസറായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ ഈ രൂപം, ഈശോയുടെ ആ ഫോട്ടോ, പേപ്പറാണ് കേട്ടോ, ആ ഫോട്ടോ വീണ്ടും വിയർക്കുകയാണ്. ഇവിടെയല്ല, ഈ താടി ഭാഗത്ത് വിയർത്ത്
ഇങ്ങനെ അന്ന് ഞങ്ങൾക്ക് സംശയമായിരുന്നു ഈ വെള്ളത്തുള്ളി എങ്ങനെ വന്നു എന്ന്. ഇത് ഞാൻ ചെറിയൊരു പടത്തിൽ ഇങ്ങനെ ചെറിയൊരു പാട് കണ്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ദേ അത് വീർത്ത് വരുന്നു എന്ന് പറഞ്ഞു. നോക്കി നിൽക്കേ തൊട്ട് താഴെ വലിയ പാടായി വന്നു. അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അതും എൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പാടും ഉണങ്ങി ബ്ലഡ് പോലെ തന്നെ ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. അത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ മാതാവ് എനിക്ക് തന്നെയാണ് ഈ ജോലി, അമ്മ മാതാവ് തന്നെയാണ് എനിക്ക് തന്നതെന്ന് എനിക്ക് 100% അമ്മ മാതാവ് ഉറപ്പാക്കി തന്നു. ഞാനെൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുക്കൾക്കും ഈ ഫോട്ടോയും അമ്മ മാതാവിൻ്റെ ഈ രൂപം എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഫോട്ടോ ഇരിപ്പുണ്ട്. ഉണങ്ങിയ പാടുമുണ്ട്. ആ പടത്തിൽ ഉണങ്ങിയിരിക്കുന്ന പാടുകളുമുണ്ട്. ഈ ബ്ലഡ് ഉണങ്ങിയിരിക്കുന്ന പാട് ഇവിടെയുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഈ മുൾക്കിരീടം ചൂടിയ രൂപം മനസ്സിൽ കണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. തിരുരക്തം ഒഴുകി വരുന്നത് മനസ്സിൽ കണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കണ്ണ് നിറഞ്ഞ് ആ രൂപത്തെ മനസ്സിൽ കണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ ഈശോയുടെ ആ രൂപത്തിലും ഈ മാറ്റങ്ങൾ ഉണ്ടായത്. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് സംശയം, എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, മെഴുകുതിരി എങ്ങാനും തുള്ളി വീണതാണ് അനീഷേ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ തുടച്ചപ്പോൾ ഒരു പാട് മാഞ്ഞു പോയിരുന്നു. ബാക്കി 2 ഉണങ്ങി അവിടെ തന്നെ ഇരിപ്പുണ്ട് ഈ ഭാഗത്തത്. ഇന്ന് 1 പ്രത്യക്ഷപ്പെട്ടു. രണ്ടാമത്തത് ഞങ്ങൾ 2 പേരും കൂടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ പ്രത്യക്ഷപ്പെട്ടു. മക്കൾ ഉറങ്ങുമായിരുന്നു. കസിൻ്റെ മോളുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരെയും വിളിച്ചുണർത്തി പെട്ടെന്ന് തന്നെ മക്കളെയും കൂടെ വിളിച്ചു നിർത്തി പ്രാർത്ഥിച്ചു. ആ രൂപം വീട്ടിലിരിപ്പുണ്ട്. മെഴുകുതിരിയിലെ രൂപം തട്ടരുത് ഒടയരുതെന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എല്ലാ ദിവസവും ജപമാല ചൊല്ലുകയും ബൈബിള് വായിക്കുകയും ചെയ്യും. അരമണിക്കൂറിന് മേലെ അദ്ദേഹം ബൈബിള് വായിക്കും. ഫ്രീ ആയി എപ്പോൾ വീട്ടിൽ ഇരുന്നാലും ബൈബിള് വായിക്കും. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്കും അമ്മയില്ല. ഞങ്ങൾ അമ്മമാരെയും അച്ഛന്മാരെയും ഞങ്ങൾ വളരെ സ്നേഹത്തോടു കൂടെയും ഞങ്ങൾ അവരുടെ അടുത്ത് പോവാറുണ്ട്. മക്കളോട് ഒരുമിച്ച് പോകണമെന്നാണ് ആഗ്രഹം. എപ്പോഴും ഞങ്ങളാണ് പോകുന്നത്. ഇനി മക്കളെയും കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഞങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥനകളും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇങ്ങനെ കരുണ നിറഞ്ഞ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിനുണ്ടായത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇത്രയും കാരുണ്യത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാക്കി തന്നത് ഈശോയുടെ അല്ലെ അമ്മ മാതാവിൻ്റെ ഈ തിരുവൾത്താരയിൽ എത്തിപ്പെട്ടപ്പോഴാണ്. കഴിവതും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലൊന്നും തന്നെ ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കാറില്ല. ആർക്കും ഒരു ദോഷമാകുന്ന ഒരു വാക്കുപോലും ഞങ്ങൾ പ്രവർത്തിക്കരുത്, ഞങ്ങളുടെ വായിൽ നിന്ന് വരരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഞാൻ മോളെ SSLC ആണ് പഠിക്കുന്നത്. അവൾ വെഞ്ചരിച്ച ഉപ്പും ഈശോയുടെ കാശുരൂപമൊക്കെ ആയിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നത്. മോൻ ചെസ്സ് കളിക്കുന്ന കുട്ടിയാണ്. അവനും ഇത് തന്നെ വെഞ്ചരിച്ച ഉപ്പിട്ട വെള്ളവും അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. മെച്ചപ്പെട്ട പ്രകടനം തന്നെ. കൊച്ചാണ്, 4ലാണ് പഠിക്കുന്നത്. അവനും മെച്ചപ്പെട്ട പ്രകടനമൊക്കെ കാഴ്ചവെക്കാറുണ്ട്. മോളും കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുമെങ്കിലും എനിക്ക് 8 എടുക്കാൻ ഭയങ്കര ഭയമായിരുന്നു. 8 എടുപ്പ് എന്നെ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നില്ല ഒരു കാരണവശാലും. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, 8ൻ്റെ രൂപത്തിലെങ്കിലും എനിക്ക് അതിനകത്തൂടെ ഒന്ന് കയറിപ്പോയാൽ മതിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ പ്രാക്ടീസ് ഒന്നും ചെയ്തപ്പോൾ 8ൻ്റെ രൂപം ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ കമ്പിയിലോട്ട് കയറുന്നിടത്ത് ഞാൻ ഉപ്പ് കൊണ്ടുവച്ചു കമ്പിയുടെ പുറത്ത്. അവരെന്നെ വണ്ടിയെ കയറ്റി തെള്ളി വിട്ടു. വണ്ടി എങ്ങനെയാണ് ഓടി 8 എടുത്ത് ഇറങ്ങി വന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം. ഞാൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് അത് ചെയ്തത്. എനിക്കറിയില്ല, ഇപ്പോഴും എനിക്ക് അതിശയമാണ്. ആ വണ്ടിയിൽ ഞാൻ ഇരുന്നു എന്ന് മാത്രമേ എനിക്കറിയൂ. ആ വണ്ടി എങ്ങനെ ഓടി അതിനകത്തൂടെ കയറി 8 എടുത്ത് ഇറങ്ങി വന്നു എന്ന് എനിക്കറിയില്ല. ഇത്രയും കാലം എന്നെക്കൊണ്ട് അത് സാധ്യമായിരുന്നില്ല. അമ്മയ്ക്കും ഒരു കോടി അനന്തകോടി നന്ദി. എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ ഈ ആൾത്താരയിൽ സമർപ്പിക്കുന്നു. നാളെ ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവണം. അമ്മ മാതാവും ഈശോയും എൻ്റെ കൂടെ ഉണ്ടാവും. എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് തനിക്ക് ലഭിച്ച ഒരു ഗവൺമെൻറ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. അതും മാത്രമല്ല, അതിനുശേഷം ഒരുപാട് കാര്യങ്ങളിലും ഈ ഒരു വിശ്വാസത്തിൻ്റെ ഈ യാത്ര ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് അവസാനം പറയുന്നുണ്ട്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ഈ നല്ലൊരു മനോഭാവത്തോടു കൂടി സഹായിക്കുകയും ചെയ്യണമെന്നുള്ളൊരു ബോധ്യം ഈ അൾത്താരയിൽ നിന്ന് ലഭിച്ചു എന്നുദ്ദേശിച്ചത് ഈ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ലഭിച്ചു എന്നുള്ളതും. അപ്പോൾ 2 പേരും പ്രാർത്ഥനയിൽ ഒരുപോലെ നിൽക്കാനും തീക്ഷ്ണതയുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ ജീവിതത്തിൽ ഇവർക്ക് ഇനിയും അടയാളങ്ങളിലൂടെ ദൈവം ഈ യാത്രയെ സ്ഥിരീകരിക്കുമെന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. ഒരു പക്ഷേ ആ വീട്ടിൻ്റെ അകത്ത് നടന്നുവെന്ന് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തി, ഇപ്പോൾ എന്നെ ഫോട്ടോയിലൊക്കെ കാണിച്ചിട്ടുള്ളതും
പലയിടങ്ങളിലും ഒരുപാടിടങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഏറെ പ്രത്യേകിച്ച് അങ്ങനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമായിട്ട് നമ്മളതിനെ നോക്കിക്കാണുകയാണ്. കാരണം ദൈവത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ളവർ ആരോടും നമ്മൾ കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അല്ലെങ്കിൽ നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഉടമ്പടി എടുത്തൊരു വ്യക്തിക്ക് അവസാനം വരുന്നൊരു മാറ്റം. ഒപ്പം തന്നെ വിശുദ്ധ ബൈബിൾ വായിക്കുവാനും ജപമാല ചൊല്ലുവാനും, ഇപ്പോൾ മക്കളിൽ ഉൾപ്പെടെ ഈ വിശ്വാസത്തിൻ്റെ ഒരു ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഒരു കൈമാറ്റം സംഭവിച്ചു എന്നുള്ളതും അവസാനം വ്യക്തമാണ്. അപ്പോൾ അത്രയും ഒരു അനുഭവമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് നിൽക്കുന്നത് നാളെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തണം, മാതാവിന് നന്ദി പറയണം എന്നുള്ളൊരു ബോധ്യത്തിലാണ്. അപ്പം ഒരു കുടുംബം മുഴുവൻ ഇതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് നന്മകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പം അത് ദൈവത്തിൻ്റെ നാമത്തിലായതുകൊണ്ടും ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് ആയതുകൊണ്ടും തന്നെ ഈ ഒരു യാത്രയെ ആശീർവദിക്കേണ്ടതും അതിനെ വളരെ പ്രചോദനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഒരു ദൈവത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ. കാരണം ഇതുവരെ ചെയ്യാത്ത നന്മകളും ഇതുവരെ ചെയ്യാത്ത ശീലങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും എന്നുള്ളൊരു വലിയൊരു ബോധ്യത്തിൽ വിശ്വാസത്തിൽ ഇടപെടുമ്പം കർത്താവിന് ഈ യാത്രയെ ആശീർവദിക്കാതിരിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഇവിടെ വരുന്ന സാക്ഷ്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തെ ഇവരൊരുമിച്ച് നിർത്തുന്ന പ്രാർത്ഥനയെ ഒപ്പം ഇവർക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം